ഈ ഭീകരാക്രമണത്തിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ മലയാളി കൊല്ലപ്പെടുകയുണ്ടായി. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അമല കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വിവരം കൂടിയായിരുന്നു രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മലയാളി കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. ആര് മരിച്ചാലും നമുക്കത് സങ്കടമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ കൂടി അതിൽ പെട്ടുപോയി എന്ന് പറയുമ്പോൾ ആ ദുഃഖം ഒന്നുകൂടി ഏറുകയാണ്. അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അമൽ, നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മനു, രാമചന്ദ്രൻ്റെ മരണത്തിൽ ഈ നാട് ആ ഒരു ഞെട്ടിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. നാളെ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളിയുള്ള ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹം ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം വീട്ടിലും 2 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. 9:30 മുതൽ 11:30 വരെയുള്ള സമയത്തായിരിക്കും വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ഏകദേശം ഒരു 12 മണിയോടുകൂടി ഇടപ്പള്ളിയിലുള്ള പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു രാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതായത് ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. സർക്കാരിനു വേണ്ടി മന്ത്രി പി പ്രസാദും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉമേഷും കൂടിയായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. മറ്റ് പല നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ സമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നടന്ന ആ ഒരു ദിവസം വലിയ ഒരു ജനാവലി തന്നെയായിരുന്നു രാമചന്ദ്രൻ്റെ വീടിന് മുന്നിൽ കാണുവാൻ വേണ്ടി സാധിച്ചത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ പൊതുരംഗത്തടക്കം വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്ന ഒരാളായിരുന്നു. ഒപ്പം തന്നെ ഇടപ്പള്ളി എന്ന ഈ ഒരു പ്രദേശത്ത് അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം അത് ബന്ധുക്കൾക്കിടയിലാണെങ്കിലും ജനങ്ങൾക്കിടയിലാണെങ്കിലും ഉണ്ടായിരുന്നു. ആ ഒരു ജനാവലി തന്നെയാണ് ഈ ഒരു വാർത്ത കേട്ട ഉടൻ തന്നെ നമുക്ക് ഇവിടെ എത്തിയതിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ രാത്രി തന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും സമീപവാസികളും അടക്കം വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇന്നലെ നെടുമ്പാശ്ശേരിയിലേക്ക് മൃതദേഹം എത്തിയതിനോടൊപ്പം തന്നെ രാമചന്ദ്രൻ്റെ ഭാര്യ, മകൾ, ഒപ്പം തന്നെ 2 പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. അവർ 8 മണിക്ക് ഈ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതേസമയം രാമചന്ദ്രൻ്റെ മകൻ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ബാംഗ്ലൂരിൽ ജോലി സംബന്ധമായി അവിടെ ആയിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് തിരിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് അവിടേക്ക് പോകുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഈ കുടുംബാംഗങ്ങളുമായി അവിടെ എത്തുകയും അതിനുശേഷം ഇവരുടെ കൂടെ തന്നെ തിരിച്ച് വരികയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം റിനെ മെഡിസിറ്റി ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. അതായത് രാമചന്ദ്രൻ്റെ സഹോദരനും മറ്റ് ബന്ധുക്കളും അമേരിക്കയിൽ നിന്നും എത്തിച്ചേരുവാനുണ്ട്. അതിനാൽ ഇന്ന് റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ഈ മൃതദേഹം സൂക്ഷിക്കും. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. മനു, ശരി, അമലാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്നും നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. രാജ്യമൊന്നാകെ ദുഃഖിക്കുകയാണ് നിരപരാധികളായ ആ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ. കാലം ഒന്നിനും മറുപടി പറയാതെ കടന്നു പോവുകയില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം.